നമസ്കാരം. ഇന്നത്തെ കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുടുംബം കൂടിയാണ് ജനിക്കുന്നത് അല്ലേ? എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപിടി ആശങ്കകളും സംശയങ്ങളും ഉടലെടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മുലയൂട്ടാം, അവരുടെ ഉറക്കം ശരിയായാണോ നടക്കുന്നത്, അവരുടെ മൈൽ സ്റ്റോൺ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ, അതായത് നവജാത ശിശുക്കളുടെ പരിചരണം എന്ന വിഷയമാണ് ഇന്നത്തെ കേരള കണക്ട് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുവാനായുള്ളത് പ്രശസ്ത ചൈൽഡ് തെറാപ്പിസ്റ്റായ ശ്രീമതി രേഷ്മ മോഹനാണ്. സ്വാഗതം മാം. താങ്ക് യു മാം. നമുക്കറിയാം രശ്മി മാഡം, ക്ഷമിക്കണം പേര് രശ്മി മാഡം, ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ് മാഡം. മാഡം, നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു വളർച്ചാഘട്ടം എന്ന് പറയുമ്പോൾ ആ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രൊഫഷൻ, അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളവരെ കൺസൾട്ട് ചെയ്യാറില്ല എന്നുള്ളത് സാധാരണമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു വർഷ കാലയളവിലെ ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് എത്രത്തോളം ബെനിഫിഷ്യലാണ്? ഇപ്പോൾ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് വരാനായിട്ട് മിക്ക പാരൻസും മടിക്കുന്നുണ്ട്. കാരണം ഒരു മിഥ്യാധാരണയാണ് എന്തെങ്കിലും പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നത് അല്ലെങ്കിൽ എക്സസൈസ് കൊടുക്കുന്നത് എന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾ, ഇപ്പം നമുക്ക് അറിയാം കുറേയേറെ സ്ക്രീൻ ടൈമുകളും അങ്ങനെ ഒത്തിരി അധികം സോഷ്യൽ മീഡിയയും ഒക്കെ നമുക്ക് കുട്ടികൾക്കും അതൊരു ഇൻഫ്ലുവൻസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ന്യൂബോൺ തൊട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മാസത്തിൽ ഓരോ മാസത്തിലുള്ള ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് നാഴികക്കല്ലുകൾ അതുണ്ട്. അപ്പോൾ അത് കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറേയേറെ ഡിലേ വന്നിട്ട് കുഞ്ഞ് സംസാരിക്കുന്നില്ല, അത് കുറേയേറെ കഴിഞ്ഞിട്ടാണ് പാരൻസിന് ആ ഒരു കൺസേൺ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൂടുതലായിട്ട് അവർക്ക് ഡിലേ വരികയും അത് മാറ്റിയെടുക്കാനുള്ള ടൈം എന്ന് പറയുന്ന ഡ്യൂറേഷൻ കുറേയേറെ വൈകും എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു കാര്യം, ഈ പറഞ്ഞ ഒരു മിഥ്യാധാരണ, എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള മിഥ്യാധാരണ ആദ്യം മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു കഴിയുന്നത് മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ വരെയെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫോളോ അപ്പ്, മന്ത്ലി ഉള്ള CDC ഫോളോ അപ്പ്, അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റാണ് അസസ്മെൻറ്റ്. അതായത് കുഞ്ഞുങ്ങളുടെ ആ മാസത്തിലെ ആ മൈൽ സ്റ്റോൺ ഘട്ടങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും നമുക്ക് ഡിലേ അപ്പോൾ കണ്ടു വന്നാൽ നമുക്ക് ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ തെറാപ്പി നമുക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു നോർമൽ എന്ന രീതിയിൽ ആ ഒരു ഡിലേ മാറ്റി നമ്മൾ നോർമൽ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ മാഡം. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ മാസങ്ങളിൽ ആ കുഞ്ഞ് എന്തൊക്കെ മൈൽ സ്റ്റോൺ ആണ് ആ കുഞ്ഞ് നേടേണ്ടത്? അതായത് എങ്ങനെ നമുക്കൊരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു മാതാവിന് അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഓക്കെ, നമുക്കൊരു ന്യൂബോൺ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞ് സക്കിങ് ആൻഡ് സ്വോളോയിങ് ആണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത് ഇച്ചിരി ഒരു ടൈം എടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. പെട്ടെന്ന് മദേഴ്സൊക്കെ ടെൻസ്ഡ് ആവും ഈ ഒരു സക്കിങ് ചെയ്യുന്നില്ല, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലാച്ച് പൊസിഷൻ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ ലാച്ച് പൊസിഷനാണ് അവർ ഫീഡിങ് കറക്റ്റാക്കി എടുക്കുന്നത്. അത് ഒന്ന് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ മടി ഉണ്ടല്ലോ, എല്ലാ പാരൻസിനും കൊണ്ടുവരാൻ മടിയായിരിക്കും എല്ലാ മന്തിലും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2, 4, 8, 12 മന്ത്സ് ഈ മന്തിലെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2 മന്തിലാവുമ്പോൾ നമ്മളൊരു മേജർ മൈൽ സ്റ്റോൺ പറയുന്നത് സോഷ്യൽ സ്മൈലാണ്. 4 മന്ത് ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഹെഡ് കൺട്രോളാണ്. പൂർണ്ണമായിട്ടും തല ഉറച്ചിരിക്കും കുഞ്ഞിന്. 8 മന്ത്സ് എന്ന് പറയുന്നത് സെൽഫ് സിറ്റിംഗ് ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ തനിയെ എണീറ്റ് ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. 12 മന്ത്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പിടിച്ചെണീറ്റ് 1, 2 സ്റ്റെപ്പ് വയ്ക്കും. അപ്പോൾ ഈ ഒരു 2, 4, 8, 12 മന്ത്സിലെ മൈൽ സ്റ്റോൺ എങ്കിലും എല്ലാ പാരൻസും കുഞ്ഞുങ്ങളിൽ ഓക്കെ ആണോ എന്ന് നോക്കണം. 12 ഒക്കെ ആകുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ടാവും. അപ്പം സ്പീച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നും കൂടി നമുക്ക് ഈ ഒരു മൈൽ സ്റ്റോൺ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
മാഡം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കുടുംബത്തിലുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലാണ്. കാരണം ഒരമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കൂടിയാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജനിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കുഞ്ഞ് ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ കുളിപ്പിക്കുക, അതുപോലെ തന്നെ എണ്ണ തേക്കുക, പൗഡർ ഇടുക, അങ്ങനെയുള്ള കുറേ പ്രവണതകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ ആഫ്റ്റർ കെയർ, അതായത് ഒരു ബേബിയുടെ ആഫ്റ്റർ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബേബി മസാജ് അത് ഒരു കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മസാജ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പഴയ ആൾക്കാരുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ അടിയായിരിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ പറയും അയ്യോ ഇങ്ങനെ ചെയ്യേണ്ട, അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ബേബി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം നമ്മൾ പണ്ടത്തെ പോലെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഹാർഡായിട്ട് നമ്മളൊരു മസാജിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. നമ്മൾ കുറേ പഠനങ്ങൾ വഴി നമ്മൾ പറയുന്നത് കുഞ്ഞിനുള്ള ബേബി മസാജ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് ഒരു സോഫ്റ്റ് ടച്ച് തന്നെ ആയിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ കരി എഴുതുക, പൗഡർ ഇടുക, ഇതൊക്കെ കുഞ്ഞിന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അലർജീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും എഴുതി കൊടുക്കുന്നത്, നൂലുകെട്ടിൻ്റെ അന്നായിരിക്കും എഴുതി കൊടുക്കുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് കണ്ണിന് അലർജിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും അതിനുള്ള മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യമേ ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് തന്നെയാണ്. അതിലുപരി അവർക്ക് ഈ വേർപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സോ പൗഡറിൻ്റെ ആവശ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലും നമ്മൾ ഡോക്ടേഴ്സ് ആയിരുന്നാൽ കൂടി എല്ലാവരോടും പറയുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. ഓക്കെ മാഡം, നമുക്കൊരു കോളർ ഉണ്ട്. ഓക്കെ, ഹലോ. ഹലോ, കേരള കണക്കിലേക്ക് ആരാണ് വിളിച്ചത്? മാം എൻ്റെ പേര് മഹിമ എന്നാണ്. എവിടുന്നാണ് വിളിക്കുന്നത്? എൻ്റെ പ്രോപ്പർ സ്ഥലം മലപ്പുറമാണ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. ഓക്കെ. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ലൈവ് ഇപ്പോൾ കാണുകയുണ്ടായി. അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ വിളിച്ചതാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 10 ദിവസമായിട്ടേ ഉള്ളൂ. എൻ്റെ കുട്ടി 8 months ആയപ്പോൾ തന്നെ ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് അവർ എമർജൻസി ആയിട്ട് കുട്ടിയെ പുറത്തെടുക്കുകയാണ് ചെയ്തത്. ഹലോ, പറഞ്ഞു മഹിമ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ ഇവിടുന്ന് ലേബർ റൂമിൽ നിന്ന് നേരെ മാറ്റിയത് സിക്കിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. കുട്ടി സിക്കിലാണ്, ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല. ഓക്സിജൻ സാച്ചുറേഷൻ ഇപ്പോഴും കുട്ടിക്കുള്ളത് 92 ആണ്. അത് കയറി വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഞങ്ങളോടിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കുട്ടിയുടെ നമ്മുടെ ഈ നട്ടെല്ലിൽ നിന്നും കുത്തിയെടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് തലയിൽ നിന്ന് കുത്തിയെടുക്കണം. ഇതൊക്കെ കൊണ്ടുവന്ന് വൈറോളജിയിൽ കൊണ്ടുപോയി ഇതിങ്ങനെ എന്തോ ചെയ്ത് റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ അതെന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നും ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും വാർച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവോ ഇങ്ങനെ നട്ടെല്ലിന്നും തലയിന്നും ഒക്കെ ഇങ്ങനെ കുത്തിയെടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ? ഓക്കെ മഹിമ, ഇപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയില്ല ഒന്നാമത്. അപ്പം ബർത്ത് ഹിസ്റ്ററി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ മഹിമ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് അവർ എനിക്ക് തോന്നുന്നു ഒരു വൈറോളജി ടെസ്റ്റിനാണ് ഈ സാമ്പിൾ വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എടുക്കാം. അതെ. അപ്പോൾ ആ വൈറോളജി ടെസ്റ്റിനായിരിക്കാം ഈ സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞിന് ജനിച്ചപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? അതിന് വെയിറ്റ് കുറവായിരുന്നു. 8 മാസം ആയപ്പോ 8 മാസം തുടക്കത്തിലാണ് ഡെലിവറി ഉണ്ടായിരുന്നത്. അതായത് പ്രീ ടേം ആയിരുന്നു അല്ലേ? ഇല്ല, പ്രീ ടേം ആയിരുന്നു. ബേബിയാണ്. ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എക്സ്പയർഡ് ആയി എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞത്. കുഞ്ഞ് എക്സ്പയർഡ് ആയി എന്ന് പറഞ്ഞു, ഹാർട്ട് ബീറ്റ് നിന്നു. അന്നേരമാണ് പുറത്തെടുത്തത് അവർ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഈ മഹിമ ചോദിച്ച പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ
കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഓരോ മാസത്തിലും എങ്ങനെയാണ് കുഞ്ഞ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നത് നമുക്ക് ക്ലീനായിട്ടൊരു ഫോളോ അപ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ബാക്കി പീഡിയാട്രീഷ്യൻ, അതായത് കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറിന് കൂടുതൽ ഡീറ്റെയിൽസ് കുഞ്ഞിനെ കുറിച്ച് അറിയാം അല്ലേ. അപ്പോൾ അത് പറയുന്നില്ല ശരിക്കും. ഓക്കെ, അത് ഒരു കൺസേൺ എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ ആവും. അപ്പോൾ ഫീഡ് ചെയ്യല്ലേ മഹിമ? അതെ, ഇതിനാണ് കൊടുക്കുന്നത്, ബോട്ടിലാക്കി അവിടെ കൊണ്ടുവയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. ട്യൂബ് ഇട്ടിട്ടാണ് കുട്ടിനെ അവര് കെയർ ചെയ്യുന്നത്. ഓക്കെ, ഫോർമുല ആണോ ബ്രസ്റ്റ് മിൽക്ക് ആണോ? ബ്രസ്റ്റ് മിൽക്ക് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ബോട്ടിലാക്കി അവിടെ കൊണ്ടുവെക്കുമ്പോൾ അവർ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ശരി. അപ്പോൾ ഇത് കൂടുതലും മഹിമ ടെൻഷൻ ആവണ്ട, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആകുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് വരും. ഇപ്പോൾ കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യമുള്ളത് ബ്രസ്റ്റ് മിൽക്കാണ് അല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ഏറെ പ്രോട്ടീൻസും വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഫോർമുല കൊടുക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കൊണ്ടിട്ടായിരിക്കാം മേ ബി മഹിമയോട് ഡോക്ടർ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാത്തതും. പിന്നെ മാത്രമല്ല, ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞിന് ഫർദർ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ CDC കൺസൾട്ടേഷൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ കുഞ്ഞിൻ്റെ കണ്ടീഷൻ എന്തെന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ലിമിറ്റിലാണ് എനിക്ക് മഹിമയ്ക്ക് ആൻസർ തരാൻ പറ്റുന്നതും. കാരണം പൂർണ്ണമായിട്ടുള്ള ഹിസ്റ്ററി ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എനിക്ക് എന്താണ് എന്നുള്ളത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതിൽ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് ചെസ്റ്റില് ഈ പുറത്തെടുത്തപ്പോ തന്നെ കഫം പോലെ ന്യൂമോണിക്കിന്റെ ഒരു അങ്ങനെ എന്തോ ഒരു സിംറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഓക്സിജനും 92 സാച്ചുറേഷൻ 92 തന്നെ ഇപ്പൊ നിൽക്കുന്നേ ഉള്ളൂ. ഓക്സിജൻ സപ്പോർട്ട് വേണം. അങ്ങനെ ഇട്ടിട്ടുണ്ട് മൂക്കിലൊക്കെ. ഓക്കെ. അപ്പോൾ അത് കൂടുതലൊരു മെഡിക്കൽ കണ്ടീഷൻ വേണം എന്നുള്ളത് കൊണ്ടിട്ടായിരിക്കാം ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും മഹിമയുടെ കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കേരള കണക്കിലേക്ക് വിളിച്ചതിൽ വളരെ നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വിഷയം വളരെ വലിയൊരു കൺസേൺ ആണ്. ഒരുപാട് പേരിങ്ങനെ മാസം തികയാതെയുള്ള ഡെലിവറി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാസം തികയാതെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്ത് തരത്തിലുള്ള കെയർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഞാൻ പറയും, ടേം ആൻഡ് പ്രീ ടേം. അപ്പോൾ പ്രീ ടേം ബേബീസിന് നമുക്ക് ഒരേപോലെ തന്നെ കെയർ വേണം. എന്നാൽ പ്രീ ടേം എന്ന് പറയുന്ന ബേബീസ് നമുക്ക് അത്രയധികം കൂടുതൽ കെയർ കൊടുക്കണം. കാരണം മാസം തികയാണ്ട് വരുന്ന കുഞ്ഞാണ്. കാരണം അമ്മയുടെ വയറ്റിൽ ഇരിക്കേണ്ട ടൈമിനാണ് കുഞ്ഞ് പുറത്ത് വരുന്നത്. മേ ബി എന്തെങ്കിലും കണ്ടീഷൻസ്, അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിൽ എനി മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടിട്ടായിരിക്കാം പ്രീ ടേം ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഇപ്പോൾ 7 മന്തിലാണ് കുഞ്ഞ് ഡെലിവർ ആകുന്നതെങ്കിൽ 8 ആ ഒരു മാസവും നമ്മൾ കൃത്യമായിട്ട്, അപ്പോൾ ഈ പ്രീ ടേമൊക്കെ ആദ്യം പോകുന്ന NICUലായിരിക്കും. അപ്പോൾ NICU കെയർ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റേഴ്സ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വീട്ടിലും കെയർ വേണം. അധികം വിസിറ്റേഴ്സിന് നമ്മൾ അലോ ചെയ്യാനായിട്ട് പാടില്ല. ഫുൾ ഹൈജീനിക് ആയിരിക്കണം. കെയർ ടേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 പേര് മാത്രം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീ ടേംസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടല്ല നമ്മൾ ഈ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നോക്കുന്നത്. അതായത് ഡോക്ടർ പ്രസവിക്കും എന്ന് പറഞ്ഞ ഡേറ്റ്, EDD എന്ന് പറയും, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, ആ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കുഞ്ഞിൻ്റെയും പ്രീ ടേംസിൻ്റെ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് കുഞ്ഞ് കൃത്യമായിട്ട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഡിലേ വരുന്നുണ്ടോ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മളൊരു ടേം ബേബി എന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഈ മുലയൂട്ടൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം മുലയൂട്ടുന്ന സമയത്ത് ഈ കുഞ്ഞുമായിട്ട് അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു കൂടുതലായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിന് ശാരീരികമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടും അതുപോലെ ഇമോഷണലിയും അവർക്ക് എത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ ബോണ്ടിങ് എന്ന് പറയും, മദർ ആൻഡ് ബേബി ബോണ്ടിങ്, അത് നമുക്ക് കൂടുതലും ഈ അഫക്റ്റഡ് ആവുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ മാറ്റി കിടത്താവോ നൈറ്റ്, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മറിയുമ്പോൾ കുഞ്ഞിൻ്റെ പുറത്ത് കൈയോ കാലോ ഒക്കെ വീണാൽ പ്രോബ്ലം അല്ലേ, അപ്പോൾ മാറ്റിക്കുക. അപ്പം ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം പെട്ടെന്ന് ഒരു കുഞ്ഞിനെ മാറ്റി വേറൊരു ബെഡിൽ അല്ലെങ്കിൽ തൊട്ടിൽ കിടത്തുന്നത് അത്ര ഒരു നല്ലൊരു കാര്യമല്ല. ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് കുഞ്ഞിന് വയറ് വീർക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ല.
അതിലൂടെ നമ്മൾ ഇമോഷണൽ കണക്ഷൻ ഈ പറഞ്ഞ പോലെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് ഇതെല്ലാം ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ വയറ്റിലിരിക്കുമ്പോൾ ഈ 1 month ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് അമ്മയെ തിരിച്ചറിയാനുള്ള പ്രായം ആയിട്ടില്ല. അവർക്ക് കൂടുതലും അമ്മയെ അറിയുന്നത് അമ്മയുടെ ആ ടച്ച്, അമ്മയുടെ അടുത്ത് കിടക്കുമ്പോഴുള്ള ആ ഒരു ചൂട്, അമ്മയുടെ സ്മെല്ല്, തൊട്ടടുത്ത് കിടന്നാൽ മാത്രമേ ആ ഒരു ബോണ്ടിങ് എല്ലാം കൂടി വരികയുള്ളൂ. മാത്രമല്ല ഈ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം എന്നതും കൂടെ ഉണ്ട്. കാരണം കുഞ്ഞുറയും കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിക്ക പാരൻസും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ 1 month ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഭയങ്കര ഉറക്കമായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ ഉണർത്തി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് കൃത്യമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. മാഡം ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ഫീഡിങ് ടൈമിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഡെത്ത് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ടൈമിൽ. അപ്പോൾ ഈ നവജാത ശിശുക്കൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നാണ് ഈ കുഞ്ഞ് ആസ്പിറേഷൻ, അതായത് കുഞ്ഞിൻ്റെ മണ്ടേ കയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മണ്ടേ കയറി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഒന്ന് കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾ ആസ്പിറേറ്റ് ആവുന്നത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കിടന്ന് പാല് കൊടുക്കുമ്പോഴാണ്. അത് മിക്കവരും എണീറ്റിരിക്കാനുള്ള മടി കൊണ്ടിട്ട് കുഞ്ഞുങ്ങളെ ലൈൻ പൊസിഷൻ കിടന്നിട്ടായിരിക്കും പാല് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ എപ്പോഴാണെങ്കിലും ഈവൻ നൈറ്റ് ഓൾസോ നമ്മൾ എണീറ്റിരുന്ന് കറക്റ്റ് ലാച്ച് പൊസിഷനിൽ നമ്മൾ ഫീഡിങ് പൊസിഷൻ ആ പറയുന്ന ടേമാണ് ലാച്ച് എന്ന് പറയുന്നത്. ലാച്ച് പൊസിഷൻ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ചില അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ബ്രസ്റ്റ് മിൽക്ക് കൂടുതലായിട്ട് ഉണ്ടാവും അല്ലേ, ബ്രസ്റ്റ് എൻകോറേജ്മെൻ്റ് ഒക്കെ ആവാനുള്ള ചാൻസസിൽ ബ്രസ്റ്റ് മിൽക്ക് തങ്ങി നിൽക്കും ബ്രസ്റ്റിൽ. അപ്പോൾ ആ സമയം നമ്മൾ കുഞ്ഞ് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ആസ്പിറേറ്റ് ആവും. ഇത് സെക്കൻഡ് കണ്ടീഷൻ. 3, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് എപ്പോൾ ചെയ്ത് കഴിഞ്ഞു, നൈറ്റ് ആണെങ്കിലും ഏത് സമയമാണെങ്കിലും ചെയ്ത് കഴിഞ്ഞുള്ള ബർപ്പിംഗ് ചെയ്യുക. കുഞ്ഞിന് ഗ്യാസ് തട്ടി കളയുക എന്നുള്ളതാണ്. അത് ചിലവർ ഗ്യാസ് തട്ടുന്ന പൊസിഷൻ ബർപ്പിംഗ് പൊസിഷനും ഉണ്ട്. അത് തെറ്റാണെങ്കിൽ കുഞ്ഞിന് ഗ്യാസ് പോകത്തില്ല. അപ്പം നമ്മൾ പറയുന്ന സമയം ഡ്യൂറേഷൻ ഒരു 15 minutes എങ്കിലും കുഞ്ഞിന് ബർപ്പിംഗ് ഗ്യാസ് തട്ടി കളയാനായിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. നൈറ്റ് ആണെങ്കിലും ചിലവർക്ക് നൈറ്റ് ആണെങ്കിലും മടിക്കും. ഇത്രയും ടൈം കുഞ്ഞിനെ തോളത്തിട്ട് തട്ടുന്നത് മടി കാണിച്ചിട്ട് ചിലപ്പം ബർപ്പിംഗ് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കണ്ടീഷൻ കൊണ്ടിട്ടും എന്താ പറയുക, ഈ ഒരു ചോക്കിങ് അല്ലെങ്കിൽ ഈ ഒരു ആസ്പിറേഷൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മാഡം, ഈ ഫീഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും മാം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും സൗകര്യം അനുസരിച്ച് കിടന്നുകൊണ്ടായിരിക്കും പലപ്പോഴും ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഫീഡിങ് പൊസിഷൻ എന്താണെന്നുള്ളത് മാം ഒന്നും കൂടി അതൊന്ന് വ്യക്തമാക്കാമോ? ഓക്കെ. ഇപ്പോൾ സിസേറിയൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ ആദ്യത്തെ ഒരു 2-3 days അവർക്ക് എണീറ്റിരിക്കാൻ ബുദ്ധിമുട്ട്, വൂണ്ട് ഹീലാവത്തില്ല, അങ്ങനത്തെ കുറേ കൺസേൺസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രൊമോട്ടഡ് അല്ലെങ്കിൽ കൂടി നമ്മൾ ലൈൻ പൊസിഷൻ പറയും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തല എപ്പോഴും പൊക്കി വെക്കുക എന്നുള്ളതാണ് 1. 2, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സെക്കൻഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വൂണ്ടൊക്കെ ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താ, ലാച്ച് പൊസിഷൻ. ലാച്ച് എന്നാണ് ആ ടേം പറയുന്നത്. ലാച്ച് പൊസിഷൻ കൃത്യമായിട്ട് തന്നെ ഇപ്പം LSCS ആയിരുന്നാലും നോർമൽ ആണെങ്കിലും നമ്മൾ ഈ ലാച്ച് പൊസിഷൻ കൃത്യമായിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം ലാച്ച് പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും അത് പ്രോബ്ലം ആയിരിക്കും. കുഞ്ഞിന് നേരെ ഫീഡ് കിട്ടിയെന്ന് വരില്ല, വെയിറ്റ് ലോസ് ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ബർത്ത് വെയിറ്റിൽ ഡിസ്ചാർജ് വെയിറ്റിൽ നിന്നും വെയിറ്റ് കൂടണം. അപ്പോൾ മേ ബി ഈ ലാച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും കുഞ്ഞിന് കൃത്യമായിട്ട് പാല് കിട്ടാത്തതും. അതിനോടൊപ്പം തന്നെ അമ്മമാർക്ക് ലാച്ച് തെറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബ്രസ്റ്റിൽ നിപ്പിൾ ക്രാക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ. മാഡം, നമുക്ക് വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷക ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നവജാത ശിശുക്കൾക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ സുരക്ഷിതമായി കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ ഫോർമുല ഒരിക്കലും പ്രൊമോട്ടഡ് അല്ല. 1, പിന്നെ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലോ പ്രീ ടേം ഒക്കെ ആണെങ്കിലോ അമ്മയ്ക്ക് പാല് കുറവ് അങ്ങനത്തെ എന്തെങ്കിലും കൺസേൺസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോർമുല പറയുന്നത്. അതും കൃത്യമായിട്ട് നിങ്ങളെ കുഞ്ഞിനെ കാണിക്കുന്ന നീനറ്റോളജിസ്റ്റിനോട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫോർമുല മിൽക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം 1,
വളരെയധികം ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന വെസൽസ് ആയിക്കോട്ടെ, എന്ത് കാര്യം മീൻസ് നമ്മൾ എടുക്കുമല്ലോ സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ അത്രയും ഹൈജീനോട് വേണമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതും. രണ്ടാമത്തേത് നമ്മൾ ഫോർമുലയുടെ ക്വാണ്ടിറ്റി. അപ്പോൾ തോന്നിയതുപോലെ ഇപ്പം ശരി ഓക്കെ ഫോർമുല അധികം കൊടുക്കണ്ട എന്നാലും കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ഓപ്ഷനിൽ ചിലവരെന്താ ചെയ്യുന്നത്, ഫോർമുലയുടെ പൊടി കൂട്ടുകയും വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അതൊന്ന്. സെക്കൻഡ്, ഫോർമുല കുറയ്ക്കുകയും വെള്ളത്തിൻ്റെ അളവ് ഫോർമുല കുറയ്ക്കുകയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും ഈ രണ്ട് രീതിയിലും ഫോർമുല മിക്സപ്പ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യം. അത് കുഞ്ഞിന് ആരോഗ്യത്തിൽ എത്തിക്കുന്നതിന് പകരം കൂടുതലും ദോഷമാണ് കുഞ്ഞിനെ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർമുല കൊടുക്കുമ്പോൾ ഓരോ അളവുണ്ട്, ആ അളവ് അനുസരിച്ച് മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. മെയിൻലി നമ്മൾ ഫോർമുല മിൽക്ക് ഒരു കാരണവശാലും ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. ചെറിയ സ്പൂണോ ഗോകർണത്തിലോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതും എന്താ പറയുക, എന്തെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്, പ്രീടേമൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റിൽ നിന്ന് സക്കിയാൻ കുറച്ച് സക്ക് ചെയ്ത് കഴിയുമ്പോൾ ടയേർഡ് ആവും. സോ ഒന്നുകിൽ അമ്മയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക, ഇല്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോർമുല ഈ കറക്റ്റ് അളവിലും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ മാം, നമ്മൾ മുലയൂട്ടലിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് അമ്മമാർക്കെങ്കിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു നിപ്പിൾ ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിപ്പിൾ ക്രാക്ക് വരുന്ന ഈ അമ്മമാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെയുള്ള ഫീഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? നമുക്ക് അമ്മമാർക്ക് ഈ നിപ്പിൾ ക്രാക്ക് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫീഡിങ് പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ലാച്ച് പൊസിഷൻ മീൻസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ലൈയിങ് പൊസിഷന് കൊടുക്കുമ്പോഴും നിപ്പിൾ ക്രാക്ക് സംഭവിക്കാം. നിപ്പിൾ ക്രാക്ക് വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫീഡിങ് പൊസിഷൻ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അമ്മയ്ക്ക് പെയിൻ വരില്ല. ഈവൻ ഇഫ് പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൊസിഷൻ, കുഞ്ഞിന് കൊടുക്കുന്ന ഫീഡിങ് പൊസിഷൻ കറക്റ്റ് അല്ല എന്നതാണ് അർത്ഥം. അഥവാ ക്രാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനോടോ പീഡിയാട്രീഷ്യനോട് നിങ്ങൾക്ക് ചോദിക്കാം. നിപ്പ് കെയർ ഓയിൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഓയിൻമെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫീഡ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫീഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ വാഷ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം കുഞ്ഞിന് ഫീഡ് ചെയ്യുക. ഈ നിപ്പിൾ ക്രാക്ക് വരാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ ഫീഡിങ് പൊസിഷൻ കറക്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. മാം, അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാർ പലരും ഒരു 3 മാസം കഴിഞ്ഞൊക്കെ ബാക്ക് ടു ജോബ് എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം അവർക്ക് ജോലി കുഞ്ഞിന് വേണ്ടി കരിയർ ഉപേക്ഷിക്കാനും പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമ്മമാർ പലപ്പോഴും ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്ന അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ അത് എത്ര സമയം നമുക്കത് സ്റ്റോർ ചെയ്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും? അതിലെന്തെങ്കിലും നമുക്ക് ഹൈജീൻ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ടോ? നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോറിങ് ടൈം എന്ന് പറയുന്നത് 4 hours വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ മാത്രമല്ല, ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ചെയ്യുമ്പോൾ ടൈം ചിലവർ 3/4 മണിക്കൂർ 1 hour ഒക്കെ ഇങ്ങനെ ബ്രസ്റ്റ് പമ്പ് ചെയ്യും, ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ യൂസിങ് ബ്രസ്റ്റ് പമ്പ് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെയിന് അമ്മമാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞ് കുടിച്ചോട്ടെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് പല അമ്മമാരും അത് സഹിക്കും എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അതിലൂടെ തന്നെ കുഞ്ഞ് ഡയറക്റ്റ് ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്രസ്റ്റ് നിപ്പിൾ ക്രാക്ക് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു 10-15 ഒന്നും പോകണ്ട, ഒരു 10 minutes ഒക്കെ മാക്സിമം നിങ്ങൾ ബ്രസ്റ്റ് പമ്പ് ചെയ്താൽ മതിയായിരിക്കും. അത് നിങ്ങൾക്ക് 4 hours വരെ ഈ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാം. മെയിൻലി അതിലുള്ള ബോട്ടിൽ കൊടുക്കാതിരിക്കുക, ഗോകർണത്തിലോ സ്പൂണിലോ നമുക്ക് കൊടുക്കാവുന്നതുമാണ്. മാം, നമുക്ക് കൊല്ലത്ത് നിന്നും നമ്മുടെ ഒരു പ്രേക്ഷക ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. സജിത എന്നാണ് പേര്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പനിയുള്ളപ്പോൾ എന്തൊക്കെ ആഹാരം കൊടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 6 months നോർമലി ഈ പനി ഉണ്ടാവുന്ന ടൈമിന് കുഞ്ഞുങ്ങൾ വിശപ്പ് വളരെയധികം കുറവായിരിക്കും. നമ്മുടെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് പനി ഉണ്ടാകുമ്പോൾ എന്താ ഭയങ്കര ക്ഷീണമായിരിക്കും, ടയേർഡായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ കുഞ്ഞ് 2 ദോശ കഴിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പനിയുള്ള സമയത്ത് കുഞ്ഞ് 2 ദോശ കഴിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള വെള്ളം നമ്മൾ കുഞ്ഞിൻ്റെ ദേഹത്ത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫ്ലൂയിഡ്സ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫീവർ നമ്മൾ എങ്ങനെയാണ്
ടെമ്പറേച്ചർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണം എത്രയുണ്ട് ഫീവർ എന്നുള്ളത്. അത് എല്ലാവരുടെയും വീട്ടിലും തെർമോമീറ്റർ വേണം എന്നുള്ളതാണ്. ഫീവർ നമ്മൾ കൃത്യമായിട്ട് ടെമ്പറേച്ചർ നമ്മൾ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളത്. പിന്നെ ഫുഡിൻ്റെ കാര്യം, കഞ്ഞി അതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കണം, ഡൈജഷൻ ഈസി ആയിട്ടുള്ള ഫുഡായിരിക്കണം നമുക്ക് ആ സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് അപ്പോൾ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ വാശി പിടിക്കുക, എനിക്ക് ഇത് വേണ്ട, എനിക്ക് പാല് മതി, സോ പാല് കൊടുത്തോ, അതിൽ യാതൊരു പ്രശ്നവും വരുന്നില്ല. ആൾക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഈ ഫീവർ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതിൽ കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ടയേർഡ്നെസ്സും ഈ ഒരു ആ ഫീവറിൻ്റെ ബോഡി പെയിനും ഒക്കെ കൊണ്ടിട്ടായിരിക്കാം കുഞ്ഞുങ്ങൾ മേ ബി ആ ഒരു ടയേർഡ്നെസ്സും ഒക്കെ കാണിക്കുന്നത്. സോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ഗെയിൻ കൂട്ടാനുള്ള ക്വാളിറ്റി ഫുഡ്സ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ മാം, ഇന്ന് നമ്മുടെ കേരള കണക്റ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നവജാത ശിശു പരിപാലനം എന്ന വിഷയമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. പ്രശസ്ത ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള രശ്മി മോഹൻ മാം ആണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവജാത ശിശു പരിപാലനം എന്ന വിഷയമാണ് ഇന്നത്തെ കേരള കണക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പ്രശസ്ത ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റായ ശ്രീമതി രശ്മി മോഹനാണ്. മാഡം, നമ്മൾ സംസാരിച്ചു ഈ നവജാത ശിശുക്കൾക്കുള്ള മുലയൂട്ടലിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ ഒരു മുലയൂട്ടൽ എപ്പോൾ നിർത്തണം, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് സോളിഡ് ഫുഡ് കൊടുത്ത് തുടങ്ങണം എന്നുള്ളത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. ചിലർ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ സോളിഡ് ഫുഡ്സ് ജ്യൂസായിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത് തുടങ്ങാറുണ്ട്. ചിലർ 6 മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എത്ര മാസം വരെ കുഞ്ഞിന് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണം? ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിക്ക് എത്ര മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഒന്ന് പറയാമോ? നമ്മൾ ഇപ്പോൾ പറയുന്നത് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നത് നമ്മൾ WHO റൂൾ അനുസരിച്ചും 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈവൻ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഫോർമുല നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കൃത്യമായ അളവിൽ. 6 മാസം സ്റ്റാർട്ടായതിനു ശേഷം മാത്രം നമുക്ക് സെമി സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സെമി സോളിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളെല്ലാവരും പറയുന്നത് പോലെ റാഗി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹാർഡായിട്ടൊരു സോളിഡ് ചെല്ലുമ്പോൾ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സ്ലോലി ആയിട്ട് ഫസ്റ്റ് റാഗിയിൽ തുടങ്ങുക, അതും സെമി സോളിഡ് എന്ന രൂപത്തിലായിരിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. പ്രധാനമായിട്ടും ഒരു കാര്യം, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കരുത് എന്നുള്ളതാണ്. അത് നമുക്ക് ഫുഡ് അവേർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനുള്ളത്. പിന്നെ ഫുഡ് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല, വെറുക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്ത്, ഇപ്പോൾ കുഞ്ഞുങ്ങൾ 2 സ്പൂണാണ് റാഗി കഴിക്കുന്നതെങ്കിൽ അത്രയും മതി. പതുക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി എല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതുമാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം സോളിഡ് സ്റ്റാർട്ട് ചെയ്തു, സോ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണ്ട എന്നല്ല. 6 മന്ത്സ് നമ്മൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്. സോ ആ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 2 ഇയേഴ്സ് വരെ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. മാം ഇപ്പോൾ പറഞ്ഞതുപോലെ പല കുഞ്ഞുങ്ങൾക്കും ഈ സോളിഡ് ഫുഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റാഗി അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടി ഇതിൻ്റെയൊക്കെ കുറുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും കുട്ടികൾക്ക് വളരെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും, വളരെ നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാറുള്ളൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് കാണിച്ചുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഈ ഒരു ഫീഡിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരത് നല്ല രീതിയിൽ അവർ കഴിക്കാറുമുണ്ട്. പക്ഷേ ഇത് ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇത് എത്രത്തോളം ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ലൈഫില്ല. സോ എല്ലാവർക്കും മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയൊരു പ്രൈമറി പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് അപ് ടു 2 ഇയേഴ്സ് വരെ ഉണ്ട്. അത് ഈ 6 മന്ത്സ് മുതലാണ് കൂടുതലായിട്ടും അവർ ഓരോ കാര്യങ്ങളും അറിയുന്നതും വോക്കലൈസേഷനൊക്കെ വരുന്ന സമയമൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്ന് വെച്ചാൽ കഴിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഓപ്ഷൻ. കാരണം ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ വിശക്കുന്നുവോ അവർ ഫുഡ് കഴിക്കും. പക്ഷെ നമ്മൾ അമ്മമാർക്ക് അതൊരു മനസ്സിനൊരു വിഷമമാണ്. എന്താണ്, കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കും എന്നുള്ള ഒരു കൺസേൺ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട്
കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കും. അത് ഒന്ന് കുഞ്ഞുങ്ങളുടെ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ബ്രെയിനിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ കുഞ്ഞ് സ്ക്രീൻ ടൈം ഇല്ലാതെ ഫുഡ് കഴിക്കത്തുമില്ല. സോ നമ്മൾ ആദ്യമേ ശീലിപ്പിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും കുഞ്ഞ് മുന്നോട്ട് വളർന്നു വരുന്നത്. സോ ആദ്യമേ നമ്മൾ സ്ക്രീൻ ടൈം ഇല്ല, സോ അല്ലാണ്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ അല്ലാതെ തന്നെ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാലിൽ കിടത്തിയൊക്കെ ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണതയും പാടില്ല എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ എന്താ പറയുക, അവർ കരഞ്ഞാൽ കൂടിയും ചില പാരൻസ് എന്താ കുറുക്ക് കൊടുക്കുന്നത് നിർത്തത്തില്ല. ഫുൾ എടുത്തു വെച്ചിരിക്കുന്ന ബൗൾ ഫുള്ള് കഴിക്കണം എന്നുള്ളൊരു വാശി പാരൻസിനുണ്ട്. അപ്പോൾ അത് പാരൻസിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവാണ് എന്നെങ്കിൽ ശരി, ചബ്ബിയായിട്ടിരിക്കണം എന്നുള്ളൊരു തോട്ടിലാണ് ഈ കൊടുക്കുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ ഫുഡ് അവേർഷൻ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകാനും പിന്നീട് കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർ ഫുഡേ കഴിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് നല്ല രീതിയിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട. കുഞ്ഞുങ്ങൾ 2 സ്പൂണാണ് കുറുക്ക് കഴിക്കുന്നെങ്കിൽ അത് മതി. മെയിൻലി നമ്മൾ സ്ക്രീൻ ടൈം കാണിച്ചുകൊണ്ടുള്ള, പണ്ടൊക്കെ സ്ക്രീൻ ടൈം ഉണ്ടോ? ഇല്ല. നമ്മൾ പുറത്തോട്ടൊക്കെ ഇറക്കി കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഇറക്കി പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. സോ സെയിം തന്നെയാണ് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്ക്രീനിനോടുള്ള അഡിക്ഷൻ ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ന്യൂ ബോൺസ് തന്നെ എന്താ പറയുക, ഒരു 2-3 മന്ത്സുള്ള കുഞ്ഞുങ്ങൾ തന്നെ ഫോണിൻ്റെ റിങ് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. സോ ആ ഒരു അഡിക്ഷൻ ആ ഒരു ടൈമിൽ സ്റ്റാർട്ടിംഗ് ആണ്. സോ ഒരു കാരണവശാലും നമ്മൾ സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങളും കൊടുക്കരുത് എന്നുള്ളതാണ്. മാം, അതുപോലെ വേറൊരു കൺസേൺ ആണ് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. ഈ പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 3-4 മാസങ്ങളിലൊന്നും എന്തിനാണ് കരയുന്നത് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വിശന്നിട്ട് കരയാറുണ്ട്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ഉറക്കം, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു അമ്മയ്ക്ക് ഈ കുഞ്ഞിൻ്റെ കരച്ചിലിൽ നിന്നും അതെന്താണ് റീസൺ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമോ? അതെങ്ങനെയായിരിക്കും അവർ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുന്നത് ബ്രസ്റ്റ് ഫീഡിന് വേണ്ടി മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങൾ എപ്പോൾ കരഞ്ഞാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ട്. അതൊരു ടൈമും നോക്കാണ്ട് ഇപ്പോൾ കുറച്ച് സമയം കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ, വിത്തിൻ ഹാഫ് ആൻ അവർ നെക്സ്റ്റ് ഫീഡ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ശരിയായ ഒരു നല്ലൊരു കാര്യമല്ല. അപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരു ടൈം അറിയാം എപ്പോഴാണ് കുഞ്ഞ് നെക്സ്റ്റ് ഫീഡ് ചോദിക്കുന്നത്. ഈവൻ ഇഫ് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുകയോ മോഷൻ പോകുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വിശക്കും. സോ നമുക്ക് ഫീഡ് ചെയ്യാം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അങ്ങനെ ഉള്ള ഫീഡിങ്, ഇടയ്ക്കിടയ്ക്കുള്ള ഫീഡിങ് നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൃത്യമായിട്ടൊരു 20 മിനിറ്റ്സ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈ ചോദിച്ച പോലെ ഈ കരച്ചിൽ, ഈ പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലുള്ള കരച്ചിൽ കുഞ്ഞുങ്ങൾ കരയും. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളൊന്ന് പുറത്തോട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഒരേ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് മടുക്കും. ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെ അല്ലേ? സോ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. സോ നമ്മളൊന്ന് പുറത്തോട്ട് ഇറക്കുക, അല്ലെങ്കിൽ വേറെ റൂമിലോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറും. പിന്നെ ഡൈവേർട്ട് ആക്കാനായിട്ട് ഫ്ലാഷ് കാർഡ്സുകൾ, അപ്പോൾ 2 months ആയ കുഞ്ഞുങ്ങൾക്കൊക്കെ കളർഡ് വിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഷ് കാർഡ്സുകൾ നിങ്ങൾക്ക് കാണിക്കാം, പാട്ടുകൾ പാടിക്കൊടുക്കാം. അമ്മയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി കരച്ചിൽ നിർത്തുന്നതാണ്. ഈ 1 month പീരീഡ് ടൈമിൽ നൈറ്റ് കുഞ്ഞുങ്ങൾ കരച്ചില്ല അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നത് പതിവാണ്. അത് നമ്മുടെ ടൈം ടേബിളിലോട്ട് എത്താനായിട്ട് ഒരു 2 month 3 month ഒക്കെ ആവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു മാസത്തെ പീരീഡിൽ നമ്മളും ഉറക്കം ഇല്ലാതെ തന്നെ ഇരിക്കേണ്ടി വരും. കുഞ്ഞുറങ്ങുന്ന സമയത്ത് അമ്മമാർ ഉറങ്ങുക എന്നുള്ളതാണ് വേറെ എനിക്ക് പറയാനുള്ളത്. മാം, നമുക്ക് വാട്സപ്പിലൊരു വിനീത എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. 1 മാസമായ കുട്ടിക്ക് എന്ത് തരം ഡ്രസ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്? കോട്ടൺ ടൈപ്പാണോ ബനിയൻ ടൈപ്പാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 1 month ആയ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ബോൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നല്ല കോട്ടൺ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് പുതിയ ഡ്രസ്സസ് കിട്ടിയിരുന്നാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും, നിങ്ങൾ മേടിക്കും. ഏത് ഡ്രസ്സാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഉടനെ ഇട്ട് കൊടുക്കും അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഏതൊരു ഡ്രസ്സും നിങ്ങൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് ഇട്ട് കൊടുക്കുക. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് ചില ഡ്രസ്സസ് ഇടുമ്പം റാഷസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഈ ക്ലൈമറ്റും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അധികം ചൂടുള്ള ക്ലൈമറ്റിൽ നമ്മൾ ഈ ബനിയൻ ക്ലോത്തൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ച്, എനിക്ക് പേരെന്താ? വിനീത. അപ്പോൾ വിനീതയുടെ കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു കോമൺ കാര്യം പറയുക. നമ്മൾ ബർത്ത് വെയിറ്റ് അനുസരിച്ച്, ഇപ്പോൾ പ്രീ ടേം ആണ്, ലോ ബർത്ത് വെയിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ സേഫായിട്ട് നല്ല രീതിയിലുള്ള ബനിയൻ ക്ലോത്തൊക്കെ ഇട്ടൊന്ന് കവറപ്പ് ചെയ്ത് വെക്കണം. കാരണം വെയിറ്റ് ലോസ് വരാതിരിക്കാൻ. അതല്ല, ഒരു നോർമൽ ഒരു ബർത്ത് വെയിറ്റ് ആണ് കുഞ്ഞിന് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് തന്നെ മതിയാവും കുഞ്ഞിന് ധാരാളമായിട്ട് ഇടാനായിട്ട്.
ഓക്കെ മാം, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം നമുക്ക്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ. അപ്പോൾ ഈ സ്ഥിരമായിട്ട്, അതായത് മുൻപ് അല്ലെങ്കിൽ ഒരു പഴയ കാലത്ത് നമ്മൾ കോട്ടൺ തുണിയാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഡയപ്പറിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫുൾ ടൈം കുഞ്ഞിന് ഈ ഡയപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്? പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും നമുക്ക് ഡയപ്പർ ഇപ്പോൾ നമ്മുടെ ഒരു സൗകര്യാർത്ഥം എല്ലാവർക്കും അതാണ് യൂസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിതെങ്ങനെയാണ് കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമുക്ക് ഡയപ്പർ ഈ പറഞ്ഞ പോലെ തന്നെ ഡയപ്പർ നമുക്ക് വേണം. ഈ മഴ സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അതൊക്കെ ഡയപ്പർ നമുക്ക് സേഫാണ്. പക്ഷേ ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡയപ്പർ കെട്ടുന്നത് കുഞ്ഞുങ്ങളുടെ പൊക്കിളിന് താഴത്ത് വെച്ചിട്ടായിരിക്കും കെട്ടേണ്ടതും. രണ്ട്, ഈ ഡയപ്പർ മാറ്റുന്നത് മിക്ക അമ്മമാരും എന്താണ്, നൈറ്റ് വച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആയിരിക്കും മാറ്റുന്നത്. സോ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് റാഷസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലുള്ളത്. സോ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 2-3 hours നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. മാത്രമല്ല, വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കഴിവതും വീട്ടിൽ നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇച്ചിരി പാടാണ്, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, നനച്ചിടണം, ഉണങ്ങണം, ഒക്കെ പാടാണ്. പക്ഷെ എന്നിരുന്നാലും കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് കുറച്ചും കൂടി ബെറ്റർ കോട്ടൺ ക്ലോത്ത് ആണ് നമുക്ക് വീട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. നൈറ്റ് നിങ്ങൾ ഡയപ്പർ യൂസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു 3 hours വെച്ച് നമുക്ക് ഡയപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ഈ കുഞ്ഞ് ജനിച്ച ഉടനെ വയമ്പ് കൊടുക്കുക അല്ലെങ്കിൽ തേൻ കൊടുക്കുക, സ്വർണ്ണം വരെ കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇത് എത്രത്തോളം മാം ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് മാം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, പഴയ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഡൈജസ്റ്റ് ആയെന്ന് വരില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നതിലുപരി ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള സ്റ്റഡീസും ഒക്കെ കൊണ്ടിട്ടാണ് എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ പഴയ കാലത്തിലേക്കുള്ള ആ ഒരു രീതിയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലേ? സോ അതുപോലെ തന്നെയാണ് കുഞ്ഞിന് ഈ ഒരമരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചത് വയമ്പ്. ഓക്കെ, അങ്ങനത്തെ വയമ്പ് കൊടുക്കുന്നത് എന്തിനാണ്? സ്പീച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു മിത്താണെന്ന് തന്നെ ഞാൻ പറയാം, നമ്മളൊരു വിശ്വാസമാണ് അല്ലേ? അപ്പോൾ അത് ചില കുഞ്ഞുങ്ങളിൽ, ഇപ്പോഴത്തെ മെജോറിറ്റി കുഞ്ഞുങ്ങളിലും അത് നല്ലൊരു കാര്യമല്ല അവർക്ക് ഹെൽത്തിൽ. കാരണം ഈ ഒരമരുന്നൊക്കെ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഇഷ്യൂസ് കൂടും. നമ്മൾ ഒരമരുന്ന് കൊടുക്കുന്നത് എന്തിനാ? നമ്മൾ ആൾക്കാർ പറയുന്നത് ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ വയറൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ അത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മടിക്കുകയും, കാരണം അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞിൻ്റെ നാവിലുള്ളത്. സോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നിട്ട് കുഞ്ഞുങ്ങൾ കുടിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ കുടിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വളരെ കുറവ് തന്നെയായിരിക്കും. മാത്രമല്ല, അത് കൊടുത്തു എന്ന് വെച്ച് ഗ്യാസ് പോകണം എന്നില്ല. ഗ്യാസിൻ്റെ നല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് അമ്മമാർ കഴിക്കുന്ന ഫുഡിൽ നിന്നായിരിക്കാം കുഞ്ഞിന് ഗ്യാസ് ഫോം ആവുന്നത്. കാരണം കുഞ്ഞ് ആ സമയത്ത് വേറെ ഫുഡൊന്നും കഴിക്കുന്നത് ഓൺലി ബ്രസ്റ്റ് ഫീഡാണ്. സോ അമ്മമാർ കഴിക്കുന്ന ഫുഡ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ രൂപത്തിൽ കുഞ്ഞിന് എത്തുകയാണ്. സോ ആ ഒരു റീസൺ, ആ ഒരു കാര്യമുണ്ട്. രണ്ട്, എന്താ പറയുക, നമ്മൾ കൃത്യമായിട്ട് തന്നെ ഗ്യാസ് തട്ടിക്കൊടുക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ഒരമരുന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളെ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറിനെ കാണിക്കുക. അത് കൃത്യമായിട്ടുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമേ കുഞ്ഞിൻ്റെ ഗ്യാസ് റിലീഫ് ആവത്തുള്ളൂ. ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. കഴിവതും ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു നാട്ടുമരുന്നെന്ന് പറയും, അങ്ങനത്തെ രീതിയിലുള്ള മെഡിസിനിലോട്ട് പോകാണ്ടിരിക്കുന്നത് കുഞ്ഞിന് നല്ലൊരു കാര്യമാണ്. മാം, ഇപ്പോൾ അമ്മമാരുമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. പക്ഷെ പലപ്പോഴും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക്, ആ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കാൻ പറ്റുക? അവിടെ കുറയുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്ക് നഷ്ടമാകുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതെങ്ങനെ മറ്റ് ഫാമിലി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് മിക്ക വീടുകളിലും ഉണ്ട്.
അത് വീട്ടിൽ അമ്മമാർക്ക് പറയാനുള്ള മടി ഉണ്ട്. സോ 1-2 പേര് പേഴ്സണലി നമ്മളോട് നമുക്ക് അത്ര ഫ്രണ്ട്ലി ആകുമ്പോൾ അവർ തുറന്ന് സംസാരിക്കും വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എന്താ പറയുക, അമ്മയെ ഒന്ന് ഒറ്റപ്പെടുത്തുക, ആ ഒരു രീതിയിൽ ആ ഒരു പ്രവണതയിൽ നമ്മൾ പോകരുത് എന്നുള്ളതാണ്. കാരണം കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫോക്കസ്, എല്ലാവരുടെയും അറ്റൻഷൻ കുഞ്ഞിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ അമ്മ എന്നുള്ളൊരു ആൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആളിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ആ ആൾക്ക് ഉറങ്ങണം, ഫീഡ് ചെയ്യുന്നു, അതിൻ്റെ ടയർഡ്നെസ്, അപ്പോൾ ഇതൊക്കെ ആ അമ്മ ഇരുന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു തോട്ട് പോകുമ്പോഴാണ് ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് എല്ലാം നമ്മൾ അമ്മമാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളത്. കാരണം ഈ കുഞ്ഞ് വളർന്ന് വരേണ്ടതും അമ്മയുടെ കയ്യിലാണ് നിൽക്കുന്നത്. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ആ ഒരു ഇമോഷണൽ കണക്ഷൻ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്. അപ്പോൾ അമ്മയ്ക്ക് ഇമോഷണലി സ്ട്രെസ്സും സങ്കടവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതേ തോട്ട് കുഞ്ഞിനും പോവും. അത് പലവരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൂടുതലും നമ്മൾ അമ്മമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് ഒന്ന് ഉറങ്ങണം. സോ കുഞ്ഞിനെ കുറച്ച് നേരം ആരെങ്കിലും, ഈവൻ അച്ഛനെ എടുക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും കെയർ ടേക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരം എടുക്കാം. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളും കൂടെ നടക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അമ്മമാരെ ഒറ്റപ്പെടുത്തരുത്. അവർക്കുള്ള മെൻ്റൽ സപ്പോർട്ട് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അമ്മമാർക്ക് കൊടുത്തിട്ട്, ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും അമ്മയ്ക്ക് നമ്മളൊരു പ്രൈമറി സപ്പോർട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. മാം, അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും എന്തെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ താമസിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നടക്കാൻ താമസിക്കുകയാണെങ്കിലോ ജസ്റ്റ് കമിഴ്ന്ന് വീഴാൻ താമസിക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ പാരമ്പര്യമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ അവിടെ അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ വെച്ച് പലപ്പോഴും അതിങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവരൊരു ഇൻ്റർവെൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡിലേ നമ്മൾ എന്തൊക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് കാണുമ്പോഴാണ് കുഞ്ഞിന് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് നേടേണ്ടതും എപ്പോഴാണ്? അതിനുള്ള ആ ഒരു റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യനാണ്. അതിൽ ഒന്ന് എന്താ പറയുക, ഒരു കാരണവശാലും നമ്മൾ കമ്പാരിസൺ ചെയ്യരുത് എന്നുള്ളത്. കാരണം ഹെറിഡിറ്റി ഉണ്ട്, പക്ഷേ വേറൊരു കുഞ്ഞിനെയും വെച്ച് നമ്മുടെ കുഞ്ഞിനെയും കമ്പാരിസൺ ചെയ്യരുത്. കാരണം 2 കുഞ്ഞുങ്ങളും 2 ഇൻഡിവിജ്വലാണ്. അവർക്ക് 2 രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് വരുന്നത്. ആ കുഞ്ഞിനെ പോലെയല്ല ഈ കുഞ്ഞുള്ളതും. അവൻ്റെ അസസ്മെൻറ്റും 2 ആളുടെയും അസസ്മെൻറ്റും ഡെവലപ്മെൻറ്റ്സും എല്ലാം ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു കുട്ടി നേരത്തെ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി ചിലപ്പോൾ നേരത്തെ 200 വരാം, 8 മാസത്തിൽ 200 വരാം. നമ്മുടെ കുഞ്ഞ് 8 മന്ത് ആയാലും ഇരുന്നിട്ടില്ല, വിഷയമില്ല, സാരമില്ല, നമുക്ക് 1 മാസം കൂടെ നോക്കാം. ചിലപ്പോൾ ആദ്യമേ ഉള്ള മൈൽ സ്റ്റോൺസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മന്ത് ഡിലേ വെച്ചിട്ടായിരിക്കും വരുന്നത്. അതിൽ ഇഷ്യൂ നമുക്ക് 1 മാസം ഫ്രണ്ടിലോട്ട് പോയിരുന്നാൽ നമുക്ക് കൺസേൺ ഇല്ല. പക്ഷേ ആ 1 മന്ത് കഴിഞ്ഞും നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ആ കുഞ്ഞിനുള്ള തെറാപ്പിയും ഇൻ്റർവെൻഷനും നമ്മൾ കൊടുക്കണം. അതുപോലെയാണ് മാം റെഡ് ഫ്ലാഗ്സ്. കാരണം നമുക്ക് എന്തൊക്കെയാണ്, കാരണം പലപ്പോഴും വളരെ വൈകിയായിരിക്കും ഒരു കുഞ്ഞിനെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അത് ഇപ്പോഴും എന്തോ ഒരു സ്റ്റിഗ്മ പോലെയാണ്. എൻ്റെ കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എല്ലാ പാരൻസിനും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പലപ്പോഴും മടിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ റെഡ് ഫ്ലാഗ്സ് കാണുമ്പോഴാണ് നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് നമ്മൾ എടുക്കേണ്ടത്? ഫസ്റ്റത്തെ വരുന്ന സോഷ്യൽ സ്മൈലാണ്. അത് കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അത് അച്ചീവ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. കാരണം അതെന്തുകൊണ്ടാണ്? കാരണം 2 മന്ത് അല്ലെങ്കിൽ 3 മന്തിൽ കുഞ്ഞ് അച്ചീവ് ആവേണ്ട ഒരു കാര്യം, ഈവൻ പ്രീ ടേം ആയിക്കോട്ടെ, ടേം ബേബീസ് ആയിക്കോട്ടെ, പക്ഷെ ആ ടൈമിൽ കുഞ്ഞ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കൺസേൺ ആണ്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. പിന്നീട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമ്പോൾ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സും ഡിലേ ആയി തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ. പിന്നെ ഇതേപോലെ തന്നെയാണ് സംസാരം. അതിലാണ് കൂടുതലും കണ്ടുവരുന്നത്. സംസാരിക്കുന്നത് കുറവാണ് എന്നാലും അത് ശരിയായിക്കോളും ഓട്ടോമാറ്റിക്കലി. പിന്നെ സംസാരിക്കും നമുക്കൊരു ഇപ്പോൾ 1 ഇയർ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ 2-3 വേർഡ്സ് സംസാരിക്കണം എന്നുള്ളൂ. കുഞ്ഞുങ്ങളപ്പോൾ 2-3 വേർഡ്സ് ആയിട്ടില്ല. അപ്പോൾ അതൊരു നമുക്കൊരു കൺസേൺ ആണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട്? കുഞ്ഞിന് ടങ് ടൈ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലം ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡിലേയിൽ നിന്ന് മാറ്റി, ഈ ഒരു റെഡ് ഫ്ലാഗിൽ നിന്ന് മാറ്റി നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മീൻസ് ആ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് വാട്സപ്പിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അശ്വതിയാണ് സംശയം ചോദിച്ചിട്ടുള്ളത്. മോൾക്കിപ്പോൾ 2nd മന്ത് ആണ്.
അവൾക്ക് ബർത്ത് ടൈം മഷി ഉള്ളിൽ പോയിട്ടുണ്ട്, NICUലായിരുന്നു, ഇപ്പോഴും ഏങ്ങലുണ്ട്, ഇടയ്ക്കിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നാണ് ഏങ്ങുന്നത്, എന്താണ് അതിനുള്ള റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെക്കോണിയം ആസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഏങ്ങലെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇതാണോ അത് എന്താണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മാം. ഓക്കെ, അപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്വാസം ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് ക്വൈറ്റ് നോർമലാണ്, മിക്ക കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ചില കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ചില രീതിയിലുള്ള സൗണ്ടുകൾ കുഞ്ഞുങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തന്നെ ഒരു ഡോക്ടറിനെ തന്നെ കാണിക്കണം എന്നുള്ളതാണ്. അത് കാണിച്ചപ്പോൾ നോർമലി ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് 1-2 കേസസ് വന്നതിൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞിനും ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏങ്ങൽ എപ്പോഴാണ് ഉള്ളത്, അതല്ല ഏത് സമയത്താണ്, ഫീഡിങ് കിടക്കുന്ന ടൈമിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കിടക്കുന്ന ടൈമിലും ഉണ്ട്, അതുപോലെ ശ്വാസം മുട്ടും പോലെയുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പോൾ കുഞ്ഞിന്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പീഡിയാട്രിഷ്യനെ കാണിക്കണം എന്തുകൊണ്ടാണ് ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത്. അപ്പോൾ ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു എന്നിരിക്കും. അത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്കത് അതിൻ്റെ ഫോളോ അപ്പിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മാം ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കാണേണ്ട കാര്യം പറഞ്ഞു. ഇപ്പോൾ അതുപോലെ തന്നെ പല ഹോസ്പിറ്റൽസിലും ഇപ്പോൾ അതുപോലെ തന്നെ പല പാരൻസും കുഞ്ഞുങ്ങളെ മന്ത്ലി ഇത്തരത്തിലുള്ള ഒരു ചെക്കപ്പിന് കൊണ്ടുപോകാറുണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഏത് പ്രായം വരെയാണ് കുട്ടികൾക്ക് ഈ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്? ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ന്യൂ ബോൺ തൊട്ട് അപ് ടു 1 ഇയർ വരെയെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യണം. മന്ത്ലി വൺസ് ആണ് ആ ഒരു ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം. ആ ഒരു 1 ഇയറിൽ വെച്ചിട്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയാം. ഇപ്പം 1 വയസ്സൊക്കെ ആവുന്ന കുഞ്ഞിന് നമുക്ക് ഓട്ടിസം സ്ക്രീനിങ് ചെയ്യാൻ പറ്റും. കുഞ്ഞ് മുഖത്ത് നോക്കുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരോടത്തും മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എന്താണ് എന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഇയർ വരെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ അസസ്മെൻറ്റ് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. മാം അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള, അതായത് നവജാത ശിശുക്കൾക്കൊരു ബൗദ്ധിക വികാസത്തിന് അതുപോലെ തന്നെ സെൻസറി ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് ചെയ്യാവുന്ന കളികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കി എടുക്കാൻ പറ്റും? ഓക്കെ, ഇതിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ പറയണം, ബട്ട് എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരു ഓവറോൾ ഞാനൊന്ന് പറയാം. നമുക്ക് ഒരു 1 മന്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷ്വൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കളേർഡ് വിഷൻ ആവേണ്ടത് 2 മന്തിലാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സ്ട്രൈപ്സും പിക്ചേഴ്സും എല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ കാണിക്കുക എന്നാണ്. 2 മന്തിലോട്ട് എത്തുമ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി വിഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും, കളേർഡ് വിഷനിലോട്ട് നോക്കും. ആ മന്തിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മേജർ മൈൽ സ്റ്റോൺ സോഷ്യൽ സ്മൈൽ വരുന്നത്. അതിനോട് അനുബന്ധിച്ച് തന്നെ 3-4 മന്ത്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കുറേ കൂടി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയം നമുക്ക് ഏറ്റവും കൂടുതൽ വേണം നമ്മുടെ പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചിരിപ്പിക്കുക, കളിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഡെയിലി കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ വിചാരിക്കും കുഞ്ഞൊന്നും സംസാരിക്കില്ലല്ലോ, സോ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് 2 മന്തൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഒരു 6, 7, 8 മന്തൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞ് കൃത്യമായിട്ട് വീട്ടിലുള്ള എല്ലാവരെയും തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ പേര് വിളിച്ചാൽ കുഞ്ഞ് നമ്മളിൽ നോക്കും. അതിനോടൊപ്പം തന്നെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റും എല്ലാം കുഞ്ഞിന് അച്ചീവായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോഴാണ് കുഞ്ഞിന് സ്പീച്ച് ഡിലേ വരുന്നത്. ഇപ്പോൾ ഈവൻ ഇഫ് ഒരു പ്ലെയിൻ CD നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പാട്ട് ഇൻപുട്ട് ചെയ്താൽ മാത്രമേ തിരിച്ചത് ഔട്ട്പുട്ട് തരത്തുള്ളൂ. സെയിം അതുപോലെ തന്നെയാണ് കുഞ്ഞിന് നമ്മൾ എത്രത്തോളം വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നോ അത്രത്തോളം വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർ തിരിച്ച് നമുക്ക് തരും. മേ ബി അത് സൗണ്ടിലൂടെ ആയിരിക്കും ആദ്യം വരുന്നത്, പതുക്കെ വേർഡിലെത്തും, പതുക്കെ കമ്പൈൻ വേർഡ്സിലെത്തും, പിന്നെ അത് സെൻറ്റൻസിലോട്ടെത്തും. സോ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഫ്ലാഷ് കാർഡ്സുകൾ കാണിച്ചു കൊടുക്കുക, പാട്ടുകൾ പാടിക്കൊടുക്കുക. അപ്പോൾ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്ന അമ്മമാർ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. മിക്കവരും മൊബൈൽ ഫോൺ ഓഡിയോ ഓൺ ചെയ്തിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് അതല്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തന്നെ കൊടുക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിലുള്ള പാട്ടുകളും കാര്യങ്ങളും ഒക്കെ വേർഡിങ്സ് ഭയങ്കര സ്പീഡാണ്.
കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ വെർബൽ ഡയറക്റ്റ്ലി കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വേർഡും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. മാം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും നമ്മൾ സംസാരിച്ചത് അമ്മമാരുമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. പക്ഷെ ഒരു പാറ്റേണൽ ബോണ്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അച്ഛന്മാരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒരു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ആ ഒരു നിമിഷങ്ങൾ അത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? തീർച്ചയായിട്ടും അമ്മയെ പോലെ തന്നെയാണ് അച്ഛനും. സോ രണ്ടുപേർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഒരു ഇതുകൊണ്ട് മോളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അച്ഛനുമായിട്ടാണ്, മോനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അമ്മയുമായിട്ടാണെന്നുള്ളത്. പക്ഷെ അതും നമ്മുടെ വെറുമൊരു ധാരണയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അമ്മയോടും അച്ഛനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ അവർ നോക്കുന്ന സേഫ് സോണുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആരുടെടുത്താണോ അവരുടെ അടുത്തായിരിക്കും അവർക്ക് കുറച്ചും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്. മാത്രമല്ല ഈ കുറച്ചുകൂടി ഏജൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ നമ്മൾ പാരൻസ് ഒരേപോലെ നിൽക്കണം. ഇപ്പോൾ അമ്മ പറയുന്നത് നോ ആണെന്നുണ്ടെങ്കിൽ അച്ഛനും സെയിം ആയിട്ട് നോ തന്നെ പറയണം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് ഇവർ ഈ സേഫ് സോൺ തേടി പോകുന്നത്. അപ്പോൾ രണ്ട് പേർക്കും ഒരേ തുല്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക, പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന്. കാരണം രണ്ടുപേരുടെയും ക്യാരക്ടർ, രണ്ടുപേരുടെയും സംസാരം അല്ലേ. അപ്പോൾ നമ്മൾ പറയും കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കുക. ഫാമിലിയാണ്, ഒബ്വിയസ്ലി വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പാടില്ല എന്ന്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം കോപ്പി പേസ്റ്റാണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ അമ്മ എന്ന ഒരാളിനെ പോലെ തന്നെയാണ് അച്ഛനും. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മാം, നവജാത ശിശുക്കളെ നമ്മൾ ബെഡിൽ കിടത്തുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ ഉറക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ കിടത്തിയിട്ട് കുറച്ച് അപ്പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ ഒന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഈ തുണി കുഞ്ഞിനോട് ചേർത്ത് വെക്കുക അല്ലെങ്കിൽ പില്ലോ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി അതിനെന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങളുണ്ടോ? ഇങ്ങനെ ഒരു സ്വാഡ്ലിംഗ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് നമ്മൾ പലപ്പോഴും അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായ വശമുണ്ടോ? അങ്ങനെ രണ്ട് സൈഡിലും പില്ലോക്ക് വെച്ച് കിടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം കുഞ്ഞുങ്ങളെ കിടത്താതിരിക്കുക എന്നുള്ളതാണ്. 3 രീതിയിൽ, അതായത് സൈഡ് ടു സൈഡ് സ്ട്രെയിറ്റ് അങ്ങനെ ആയിരിക്കും കുഞ്ഞുങ്ങളെ കിടത്തേണ്ടത്. പിന്നെ ഒരു ഇതുണ്ട്, തല ഉരുണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ അങ്ങനെയൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളുടെ ഹെഡ് സർക്കംഫറൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കൂടി വരും. മാത്രമല്ല നമ്മൾ ടമ്മി ടൈം ഒക്കെ കൊടുക്കുന്നത് വഴിയും കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ഈ തലയൊക്കെ ഉരുണ്ട്. കാരണം ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് തല ചിലപ്പോൾ ഫ്ലാറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒരേപോലെ കിടക്കുമല്ലേ. അപ്പോൾ നമ്മൾ ചരിച്ചും 3 രീതിയിൽ 3 പൊസിഷനിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തിയാൽ വളരെയധികം നന്നായിരിക്കും. ഓക്കെ മാം, നമ്മളിന്ന് ഈ ഒരു കഴിഞ്ഞ കുറച്ച് സമയമായി നമ്മൾ നവജാത ശിശുക്കളുടെ പരിചരണത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി രശ്മി മാം ഇവിടെ ഷെയർ ചെയ്തു. വളരെ നല്ലൊരു സെഷനായിരുന്നു മാം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ കേരള കണക്റ്റിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ സംശയങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കേരള കണക്റ്റിലൂടെ കാണാം. നന്ദി.